വളരെ കാലങ്ങൾക്കു മുമ്പ് ചൂടേറിയ മരുഭൂമിയിലെ ഒരു ദേശത്ത് ഹാഗർ എന്ന സ്നേഹമുള്ള അമ്മയും അവളുടെ കുഞ്ഞുമകനായ ഇഷ്മായേലും ജീവിച്ചിരുന്നു. ഒരു രാവിലെ ഹാഗറും ഇഷ്മായേലും അവരുടെ വീട് വിട്ടുപോകേണ്ടിവന്നു. അബ്രഹാം അവർക്കു അപ്പവും വെള്ളം നിറച്ച ഒരു ചാക്കും നൽകി. ഹാഗർ ഇഷ്മായേലിന്റെ കൈ ഉറച്ചുപിടിച്ച് വലിയ മരുഭൂമിയിലേക്ക് നടന്നു. സൂര്യൻ വളരെ ചൂടായി കത്തിക്കൊണ്ടിരുന്നു. ചുറ്റും മണൽ മാത്രം. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വെള്ളം തീർന്നു. ദാഹം കാരണം ഇഷ്മായേൽ വളരെ ക്ഷീണിതനായി. ഹാഗർ ഒരു ചെറിയ ചെടിയുടെ നിഴലിൽ ഇഷ്മായേലിനെ ഇരുത്തി. അവൾ വളരെ ദുഃഖിതയും ഭയന്നതുമായിരുന്നു. കുറച്ച് അകലേക്ക് പോയി അവൾ കരയാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ, അവൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അവരുടെ കരച്ചിൽ കേട്ടു. പെട്ടെന്ന് പ്രകാശം നിറഞ്ഞ ഒരു ദൂതൻ അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ സ്നേഹത്തോടെ പറഞ്ഞു, ഭയപ്പെടേണ്ട ഹാഗർ. ദൈവം ഇഷ്മായേലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. അവൻ നിങ്ങളെ സംരക്ഷിക്കും. ഹാഗർ മുകളിലേക്ക് നോക്കി. അപ്പോൾ അടുത്ത് മനോഹരമായ ഒരു കിണർ അവൾ കണ്ടു, തണുത്ത വെള്ളം നിറഞ്ഞ ഒരു കിണർ. ഹാഗർ സന്തോഷത്തോടെ വെള്ളം എടുത്ത് ഇഷ്മായേലിനു കൊടുത്തു. ഇഷ്മായേൽ വീണ്ടും ചിരിച്ചു. ഹാഗറിന്റെ ഹൃദയവും സന്തോഷം കൊണ്ട് നിറഞ്ഞു. പിന്നീട് ദൂതൻ പറഞ്ഞു, ഇഷ്മായേൽ വളർന്ന് ഒരു വലിയ ജനതയുടെ പിതാവാകും. ആ ദിവസത്തിനുശേഷം ഹാഗറും ഇഷ്മായേലും ദൈവത്തിൽ വിശ്വസിച്ചു മുന്നോട്ട് ജീവിച്ചു. സമയം കഴിഞ്ഞപ്പോൾ ഇഷ്മായേൽ ധൈര്യവും ശക്തിയും ഉള്ള ഒരു യുവാവായി വളർന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഭയപ്പെടുമ്പോഴും ഒറ്റപ്പെട്ടതായി തോന്നുമ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. അവൻ തന്റെ മക്കളെ ഒരിക്കലും മറക്കില്ല.